ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ലൊരു സ്പെഷ്യൽ ആപ്പിൾ ജ്യൂസാണ്. വളരെ പെട്ടെന്ന് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണിത്. എന്നാൽ ശരി, ഇതെങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി, എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ ജ്യൂസ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു ആപ്പിൾ വെച്ചിട്ട് നമുക്ക് 2 വലിയ ഗ്ലാസ് ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ആപ്പിളിൻ്റെ തൊലി എല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് 2 നാരങ്ങ കൂടിയാണ്. അപ്പോൾ ഇത് തീരെ ചെറിയ നാരങ്ങയാണ്, അതിൻ്റെ പേരിലാണ് ഞാൻ 2 എടുക്കുന്നത്. ഇച്ചിരി വലിയ നാരങ്ങയാണെന്നുണ്ടെങ്കിൽ 1 മതിയാവും. അപ്പോൾ 2 ഗ്ലാസ് ജ്യൂസിനാണ് ഞാനിപ്പോൾ 2 നാരങ്ങ എടുത്തിട്ടുള്ളത്. തീരെ ചെറുതാണ്. അപ്പോൾ ആ ജ്യൂസ് കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത് ഒരല്പം ഇഞ്ചി കൂടിയാണ്. ഞാനിപ്പോൾ ഒരു 3 ചെറിയ സ്ലൈസായിട്ട് അരിഞ്ഞ ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതുകൂടി ചേർക്കാം. ഇപ്പോൾ നല്ല എരിവുള്ള ഇഞ്ചിയാണെന്നുണ്ടെങ്കിൽ ഒരല്പം ഇഞ്ചി ചേർത്താൽ മതിയാവും. പിന്നെ നമുക്കിനി ഇതിൻ്റെ കൂടെ വേണ്ടത് ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള മധുരം കൂടിയാണ്. അപ്പോൾ ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് തേനാണ് ചേർക്കുന്നത്. തേനില്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്താലും മതിയാവും. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഐസ് വാട്ടർ കൂടി ചേർക്കാം. അപ്പോൾ 2 ഗ്ലാസ് വെള്ളമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ട് വരാം. നമ്മുടെ ജ്യൂസ് ഇപ്പോൾ ഞാൻ നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. കാരണം ആ ഇഞ്ചിയുടെയൊക്കെ ആ ചെറിയ കൊത്തൊക്കെ ഇങ്ങനെ ഉണ്ടാവും, അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. നമുക്ക് എത്രത്തോളം ആണോ മധുരം ആവശ്യം അതിനനുസരിച്ചിട്ട് മധുരം ചേർത്തേക്കണം. അപ്പോൾ തേനില്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ആയാലും മതിയാവും. നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ആപ്പിൾ ജ്യൂസാണ് ഇപ്പോൾ തയ്യാറായിട്ടുള്ളത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇത് നല്ലതുപോലെ ഇഷ്ടമാവും. അപ്പോൾ നെക്സ്റ്റ് ടൈം ആപ്പിൾ ജ്യൂസ് വീട്ടിൽ തയ്യാറാകുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇത് ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഫ്രണ്ട്സ്.